നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അപ്പോ എന്റെ സംശയങ്ങൾ ശരിയായിരുന്നു അല്ലേ? എന്താ നീ ഒന്നും മിണ്ടാത്തത്? ആ സെലിബ്രിറ്റി പറഞ്ഞതിന് എന്താ അർത്ഥം? ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? തുറന്നു പറയുന്നേ, ആ സ്ത്രീ പറഞ്ഞതൊക്കെ നേരാണോ? അതിൽ വാസ്തവമുണ്ടോ? ചോദിച്ചതിന് മറുപടിയില്ലേ? നിന്റെ അച്ഛൻ ഒരാള് ജയിലിൽ കിടന്ന് നരകിക്കുന്നുണ്ട്. അങ്ങേരോട് ഞാൻ എന്തുത്തര പറയേണ്ടത്? ദത്തെടുത്താലും ഞാൻ എന്റെ ഹൃദയത്തിൽ കുടിയിരുത്തിയാലും നിന്റെ അച്ഛന്റെ കാഴ്ചപ്പാടിൽ ഞാൻ വെറും പോറ്റമ്മ മാത്രമാണ്. നിന്റെ അച്ഛനോട് ഞാൻ എന്തെങ്കിലും സമാധാനം പറയണല്ലോ. അതുകൊണ്ട് ചോദിക്ക, നീയോ ആ വൈശാഖം തമ്മിൽ എന്താ ബന്ധം? നിങ്ങൾ തമ്മിൽ എന്താ പ്രേമമാണോ? പറ. ഇല്ലമ്മേ, എനിക്ക് അയാളോട് ഒരു പ്രേമവും ഇല്ല. അയാളോടെന്നല്ല, ഒരു ചെറുപ്പക്കാരനോടും എനിക്ക് പ്രേമമില്ല. നേരാണോ നീ പറയുന്നത്? ഞാൻ എന്റെ അമ്മയോട് നുണ പറയില്ല. അങ്ങനെ പറഞ്ഞ അതിന്റെ കുറ്റബോധം എനിക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കും. ഞാൻ പറഞ്ഞത് 100% സത്യമാ. എനിക്ക് വൈശാഖിനോട് പ്രണയമൊന്നുമില്ല, അവൻ എന്നോടും ഇല്ല. പിന്നെന്താ ആ സെലിബ്രിറ്റി അത് പറഞ്ഞപ്പോ നീയോ അവന് സൈലന്റ് ആയി നിന്നത്? അത് ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോ അതെങ്ങനെയാണെന്ന് എനിക്കറിയണ്ടേ? പറയേ. നിങ്ങൾ തമ്മിൽ പ്രണയമാണെന്ന് പറഞ്ഞ് അവർ നിങ്ങൾക്ക് ആശംസകൾ നേർന്നപ്പോ എന്തുകൊണ്ട് നിങ്ങൾ മിണ്ടാതെ നിന്നു? അത് ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് അമ്മേ. അഡ്ജസ്റ്റ്മെന്റോ? അമ്മേ, അവനെ ഞാനൊന്ന് സഹായിക്കാമെന്ന് ഏറ്റതാ. അതുകൊണ്ട് അവൻ കളിക്കുന്ന ഡ്രാമയില് എനിക്കും കൂട്ടു നിൽക്കേണ്ടി വന്നു. നീ എന്തൊക്കെയായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മേ, അവനൊരു ലവറുണ്ട്. അവന്റെ വീട്ടുകാരും മറ്റും അറിഞ്ഞ പ്രശ്നമാവുന്ന ഒരു റിലേഷൻഷിപ്പാ അത്. അതുകൊണ്ട് ആ പ്രണയത്തിലേക്ക് അവന്റെ വീട്ടുകാർ ശ്രദ്ധിക്കരുത്. അതിന് അവന്റെ വീട്ടുകാർക്ക് ആ പ്രണയത്തെക്കുറിച്ച് അറിയോ? അവർക്ക് സംശയമുണ്ടെന്ന് ഇവൻ പറയുന്നു. അതിന് നീ എന്ത് സഹായം ചെയ്യാന്നാ അവന് വാക്ക് കൊടുത്തത്? അവൻ സ്നേഹിക്കുന്ന പെണ്ണ് ഞാനാണെന്നറിഞ്ഞ വീട്ടുകാരുടെയും ചേച്ചിയുടെയും നോട്ടപ്പുള്ളിയായി അവൻ മാറില്ല. കാര്യങ്ങളെല്ലാം ഒത്തുവരുമ്പോ അവൻ അവന്റെ കാമുകിയെ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അവളോടൊപ്പം ഒളിച്ചോടുകയോ ചെയ്യാം. എനിക്കങ്ങോട്ട് മുഴുവനായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അമ്മ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാ മതി. എനിക്കവനോട് പ്രേമൊന്നുമില്ല. എനിക്കവനെ കെട്ടുവും വേണ്ട. എനിക്ക് നിന്നെ വിശ്വാസം മോളെ. പക്ഷേ ഈ സത്യം നീ വന്ന എല്ലാവരോടും തുറന്നു പറയണം. എന്റെ മോൾക്കൊരു ദുഷ്പേര് വരാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ, വന്ന എല്ലാവരോടും കാര്യം തുറന്നു പറയാവോ? പറയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.